സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കൊട്ടാരം നമ്മുടെ ആലപ്പുഴ ജില്ലയിലുണ്ട്. അവിടത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ മാറി കൃഷ്ണപുരത്ത് ജെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് കൃഷ്ണപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. 25 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. പക്ഷെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണി വരേക്കും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരേക്കും ഓപ്പൺ ആണ്. ഒരു കാലത്ത് കായംകുളം രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് അപ്പോഴത്തെ രാജാവായിരുന്ന വീരരവിവർമ്മനാണ്. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കായംകുളം പിടിച്ചടക്കിയ മാർത്താണ്ഡവർമ്മയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കൃഷ്ണപുരം പാലസ് ഈ രീതിയിൽ പുനർനിർമ്മിച്ചത്. പിന്നീട് കുറേ കാലം തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. എന്ത് തന്നെയാണേലും നിലവിൽ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ മ്യൂസിയവും കൊട്ടാരവും കൂടിയിട്ടുള്ള കൃഷ്ണപുരം പാലസ് സംരക്ഷിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കൊട്ടാരമാണ് ഈ കൃഷ്ണപുരം കൊട്ടാരം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ കൊട്ടാരത്തിലെ സ്ത്രീകളിലൂടെ രാജവംശത്തിന്റെ രഹസ്യങ്ങളൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി അപ്പോഴത്തെ രാജാവ് അന്തർജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജഗൃഹം പണിതു കൊടുത്തു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കായംകുളം രാജവംശത്തിന് നൂറ്റാണ്ടുകളോളം ആ ഒരു രാജഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. കൃഷ്ണപുരം കൊട്ടാരത്തിനെ കുറിച്ച് നിലവിൽ വ്യക്തമായ രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കേട്ടറിവാണേ. തനി കേരളീയ വാസ്തുശില്പ രീതിയിൽ പണികഴിപ്പിച്ച ഈ കൊട്ടാരം 16 ഘട്ടമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ കൃഷ്ണപുരം കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യേണ്ടവരുണ്ടായിട്ടുണ്ട്, കല്യാണത്തിൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നവരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ പെർമിറ്റ് കിട്ടണമെന്നുണ്ട് എങ്കിൽ ഒരു നിശ്ചിത തുക നമ്മൾ അവിടെ കെട്ടിവെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. കൊല്ലവർഷം 1700കളിൽ വരച്ചൂന്ന് കരുതപ്പെടുന്ന ലോകപ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷത്തിന്റെ ചുമർചിത്രം ഈ കൊട്ടാരത്തിലാണുള്ളത്. മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം എന്ന കഥയെ ആസ്പദമാക്കി വരച്ച ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ ചിത്രമാണിത്. 154 ചതുരശ്ര അടി ഉയരമുള്ള ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് പച്ചനീര്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, വെറ്റിലപ്പൊടി, മുള്ളുനീര് എന്നിവ കൊണ്ടാണ്. ഈ കൊട്ടാരത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കായംകുളം വാള്. ഈ കായംകുളം വാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരുവശങ്ങളും മൂർച്ചയുള്ളതാണ്. മറ്റ് ആയുധങ്ങളുടെ എല്ലാം ഒരു വശം മാത്രമേ മൂർച്ചയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ രാജാക്കന്മാർക്ക് ഈ കായംകുളം വാള് ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. കൊല്ലവർഷം 1886 കൽക്കട്ടയിൽ വെച്ച് അച്ചടിച്ച സംസ്കൃതത്തിലുള്ള ബൈബിളിൻ്റെ ഒരു പകർപ്പും ഈ കൊട്ടാരത്തിലുണ്ട്. ഈ കൊട്ടാരത്തിൽ പുരാതന വസ്തുക്കൾ, ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, ആയുധങ്ങൾ, മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ, ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, വെങ്കലത്തിലെ പുരാവസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു അറിയപ്പെടുന്ന മ്യൂസിയവും കൂടിയാണ്. പണ്ട് കാലത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്.
അപ്പോൾ ഇത്രയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊന്ന് പോയി കാണാം. കൊട്ടാരത്തിൻ്റെ പുറത്ത് ആ ഒരു ഗാർഡൻ്റെ സൈഡിലായിട്ട് ഒരു ബുദ്ധ മണ്ഡപമുണ്ട്. പണ്ട് ഈ ആലപ്പുഴ ജില്ലയിലെ ഈ കുളങ്ങളും വയലുകളിൽ നിന്നെല്ലാം കണ്ടെത്തിയ ഈ 10ാം നൂറ്റാണ്ടിലെ ഒരു ബുദ്ധ പ്രതിമയാണത്. അത് ഒരു 4 ബുദ്ധ പ്രതിമയോളം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബുദ്ധ പ്രതിമയാണ് ഈ മണ്ഡപത്തിൽ വെച്ചിട്ടുള്ളത്. കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ എത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ആൾക്കാരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റത്തില്ല. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് ഇതൊക്കെ. ഈ സേവ് ദ ഡേറ്റിനും ഷോർട്ട് ഫിലിമിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ കൃഷ്ണപുരം പാലസിൻ്റെ ഈ ഒരു ഗാർഡൻ ഏരിയയും ഉള്ളത്തെ പോർഷനും ഒക്കെ. കൊട്ടാരത്തിൻ്റെ പിൻവശത്തായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കുളമുണ്ട്. ഈ കുളത്തിന് അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിനുള്ളിലേക്കൂടെ ഒരു വഴിയുണ്ട് എന്നാണ് പറയുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ രഹസ്യമായി ഉണ്ടാക്കിയ ഒരു വഴി. ഞങ്ങളുടെ ഈ വ്ളോഗ് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.